भाई भाई 2 आइसक्रीम देना। हाँ എത്രയായി? പൈസ ഒന്നും വേണ്ട. ചേട്ടൻ മലയാളിയായിരുന്നോ? എന്താ ചേട്ടൻ ഫ്രീ ആയിട്ട് നടത്തുമായിരുന്നോ? ഏറെക്കുറെ. എന്താ ഒരു 5 കൊടുത്ത? ഇന്ന് സേവനം കഴിഞ്ഞു. പോയെ ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാം. ആ കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ശരി എന്നാ. ശരി. ആ മോനെ എന്നാ മോൻ്റെ ബാഗ്. ഇതറിയാ മോൻ്റെ വണ്ടിയാണ്, ബൈക്കാണിത്. എന്താ മോൻ്റെ ബൈക്കാണിത്? നല്ല വില കൂടിയ വണ്ടിയാണല്ലോ. അതെ 2. ആ മോൻ്റെ അച്ഛൻ്റെ ജോലി എന്ത്? പോലീസിലെ. പോലീസുകാരൻ്റെ മോനായിട്ടാണോ നീ ഇങ്ങനെ ഐസ്ക്രീം വിറ്റ് നടക്കുന്നത്? സ്വന്തം ചെലവിന് വേണ്ടി ഞാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. നിന്റെ പ്രായത്തിലുള്ള എത്രയോ പിള്ളേരാണെന്നറിയാമോ ഈ പണമൊക്കെ ദുരുപയോഗം ചെയ്ത് നടക്കുന്നത്? അറിയാമോ അത്? ശരിയെന്നാ. ശരി. സ്വന്തം ചിലവിന് വേണ്ടി അത്യാവശ്യം നല്ല ജീവിത സാഹചര്യം ഉണ്ടായിട്ടും വീട്ടുകാരെ ആശ്രയിക്കാതെ സ്വന്തമായി പൈസ ഉണ്ടാക്കുന്ന ഈ പയ്യനാണ് ഇന്നത്തെ എൻ്റെ. ഈ വീടിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഓ സോറി സാർ, ഞാൻ ഇന്ന് തന്നെ മാറ്റിക്കോളാം. സാറിന് ഐസ്ക്രീം അല്ലോ? വേണ്ട വേണ്ട വേണ്ട, വാങ്ങിക്കും. എന്നാ 2 എണ്ണം എടുത്തു. ആ സാർ. എന്നാ 3 എണ്ണം എടുത്തു. നിന്റെ ചേട്ടത്തി അമ്മയ്ക്കൂടെ വന്നില്ല. എന്നാ നീ പൈസ എടുത്തേ. സാർ ഇന്നലെ മോനെ. ഓക്കെ. ഡാ നീ എവിടെയാ? ഞാൻ കോളേജിലാ. എന്താ അമ്മ? നിന്റെ ഒരു ഫോട്ടോ FB കണ്ടല്ലോ. നിനക്കിവിടെ എന്തിന്റെ കുറവാ നീ ഐസ്ക്രീം വിൽക്കാൻ നടക്കുന്നത്? അമ്മേ അത് കോളേജിലെ ഒരു തെരുവ് നാടകത്തിന്റെ. ഓ അതാണോ? ആ ഓക്കെ. ഓ അതാ എനിക്ക് അങ്ങനെ തോന്നിയത്. നിനക്കിവിടെ എന്തിന്റെ കുറവാ? ആ ശരി. ശരി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുഷ്മ. ആഹാ എന്തുപറ്റി മോനെ, ഇന്ന് കച്ചവടം നേരത്തെ കഴിഞ്ഞോ? ഇന്ന് നേരത്തെ കഴിഞ്ഞു. ഇന്ന് ചേട്ടാ. അയ്യോ പിന്നെ ചേട്ടാ ഞാൻ ഇന്നോടെ ഉള്ളു കേട്ടോ. അതന്നെ. എനിക്ക് കുറച്ച് പൈസ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള. അപ്പം ഞാൻ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. എന്താ കാണാൻ എവിടെങ്കിലും വെച്ച്? ഓക്കെ ഏട്ടാ. ചേച്ചി, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. നാളെ തന്നെ ഫലം ഉണ്ടാകും.
ഹലോ. റോയിയുടെ ഭാര്യയാണ്. ഞാൻ റോയിയുടെ മരണത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്ന ASA ആണ്. വരൂ സാർ, ഇരിക്കും. ഇതാരാണ്? റോയിയുടെ അനിയനാണ് സാറേ. സാറേ, എൻ്റെ ചേട്ടൻ മരിച്ചു. എൻ്റെ ചേട്ടനെ ആരെ കൊന്നയാ. മോനെ, സാർ അത് അന്വേഷിക്കാൻ വന്നതല്ലേ? റോയിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അറിയാമോ? ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. റോയി പുറത്തുനിന്ന് ഫുഡ് വല്ലതും കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല സാർ, അദ്ദേഹം പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. ഐസ്ക്രീം കഴിച്ചല്ലോ. സാർ, അത് ഞങ്ങൾ എല്ലാവരും കഴിച്ചതാണ് സാറേ. ഞാൻ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ SI വരുമ്പോൾ വിശദമായി ഒരു അന്വേഷണം കാണും. ശരി സാർ. ആ, നിങ്ങൾ വന്നോ? നിങ്ങൾ ഇത് കണ്ടോ? നമ്മുടെ മോന്റെ വെറൈറ്റി ഫോട്ടോ FB വന്നിട്ടുണ്ട്. ദാ നിങ്ങൾ ഇതെവിടെ പോവാ? എനിക്ക് അത്യാവശ്യമായി ഒരിടത്ത് വരെ പോകണം. നിങ്ങൾ ആ ഫോൺ ഇങ്ങ് തന്നിട്ട് പോ. നിങ്ക കവലേ ജാലേ. ചേട്ടത്തി, പോലീസ്. എന്താ സാറേ? എനിക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജ് ഒന്ന് കാണണം. വന്നാട്ടെ സാറേ. കഴിഞ്ഞ മാസം 30 വിഷ്വൽസ് ഒന്ന് കാണിക്കണം. ആ, ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. എവിടെ അപ്പു? എന്താ? എന്തു പറ്റി? എവിടെ അവൻ? എന്താ കാര്യം? നീ എന്തിനാടാ റോയിയുടെ വീട്ടിന് മുന്നിൽ ഐസ്ക്രീം വിൽക്കാൻ പോയത്? ഞാൻ പറഞ്ഞില്ലേ, അവൻ നാടകത്തിന്റെ റിഹേഴ്സൽ ആയിരുന്നു. നീ അങ്ങോട്ട് മാറിക്കണി. ഞാൻ ഇവിടെ ഐസ്ക്രീം വിൽക്കാൻ പോയിട്ടില്ല. നീ ഈ ഫോട്ടോ ഉണ്ടോ? ഇതിന്റെ പിൻഭാഗം റോയിയുടെ വീടാണ്. ഇതിൽ നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ മനസ്സ് പറയുന്നുണ്ട്. എന്നാ അച്ഛന്റെ മനസ്സ് പറയുന്നത് സത്യമാ. മോനെ അപ്പു, എന്റെ പെങ്ങളെ ഉപദ്രവിച്ചു എനിക്ക് കൊല്ലേണ്ടി വന്നു. മോളെ, നീ ചെയ്തത് ശരിയാണ് മോനെ. പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ നീ തെറ്റുകാരനാണ്. നിന്നെപ്പോലെ എല്ലാവരും നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ ഈ നാട്ടിൽ കോടതിയും പോലീസും ഒന്നും വേണ്ടല്ലോ. നിനക്ക് ഈ വിവരം എന്നോട് പറയാമായിരുന്നു. എന്തിന്? അവർ പോലീസ് സ്റ്റേഷനിൽ പോയി സൂഹിക്കാനോ? അപ്പോ നീ എന്ത് ന്യായം പറഞ്ഞാലും
നിയമത്തിന് മുമ്പിൽ നീ കുറ്റക്കാരനാണ്. നിന്നെ എനിക്ക് വിഷമത്തോടെയാണെങ്കിലും നിയമത്തിന് മുമ്പിൽ അച്ഛ ഏൽപ്പിച്ചേ മതിയാവൂ. അപ്പു എനിക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തേ. അച്ഛൻ എന്നെ അറസ്റ്റ് ചെയ്തു, അവനെ അറസ്റ്റ് ചെയ്യണ്ട. എത്രയോ കേസുകൾ തെളിയാതെ പോകുന്നു. രാജലക്ഷ്മി, അതെ, നമ്മുടെ കുഞ്ഞിനെ വെറുതെ വിട്ടുകൂടെ? അപ്പോന് നിയമത്തിൻ്റെ ഇളവ് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇപ്പോൾ എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പൂ, വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളില്ലായിരുന്ന ഞങ്ങൾക്ക് മീനാക്ഷിയെ കിട്ടി. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മകൻ ജനിച്ചു. ഞങ്ങൾക്ക് അവനെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ മീനാക്ഷിയെ ദത്തെടുക്കുമായിരുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് 2 പേരും ഒരുപോലെയാണ്. അവരാണ് ഞങ്ങളുടെ സ്വർഗം. എന്നാൽ ഇനി ഈ സ്വർഗത്തിൽ ഞാൻ മാത്രം മതി. ആ മീനാക്ഷിയോട് ക്യാബിലോട്ടൊന്ന് വരാൻ പറയും. സർ, കഴിഞ്ഞ ദിവസം ഓഡിറ്റ് നടന്നപ്പോൾ 5,18,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അതും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കാണ്. ഒരാഴ്ച സമയം തരും. അതിനുള്ള പൈസ ഇവിടെ തിരികെ വരണം. മനസ്സിലായോ? ഇങ്ങനൊരു ഇളവ് തരുന്നത് തൻ്റെ ഭാവിയെ കരുതി മാത്രമാണ്. സത്യമായിട്ടും എനിക്കറിയില്ല സാർ. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരാഴ്ചത്തെ സമയം തരും. അതർവൈസ് ഐ വിൽ ഇൻഫോം ദ പോലീസ്. നൗ യു മേ ക്ലിയർ ഔട്ട്. എന്താ ചേച്ചി വിഷമിച്ചിരിക്കണേ? ഒന്നുമില്ല. ഞാൻ കുറേ ആളായിട്ട് കാണുവാണല്ലോ. ഒരനിയനോട് പറയാൻ പറ്റാത്ത കാര്യം ഇന്ന് ബാങ്കിൽ നടന്നു. ഇത് ഇയാൾ ചെയ്ത ഫയലല്ലേ? ഇത് ടാലി ആയിട്ടില്ല. ഒന്ന് നോക്കിയേ. നമുക്കിത് ഇപ്പം തന്നെ അച്ഛനെ അറിയിക്കണം. വേണ്ട, ഇതിനുള്ള പ്രതികാരം ഞാൻ തന്നെ വീട്ടിക്കോളാം. അന്നേരം പറയല്ലേ ചേച്ചി? വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ വീട്ടിക്കോളാം. എന്തായാലും ആ കളി ദൈവത്തിൻ്റെ കരുണയിൽ കിട്ടിയ ജീവിതം തെറ്റുകളുടെ കൂമ്പാരമാക്കി ഇവൾക്ക് കാലം നൽകുന്ന ശിക്ഷ